നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര അന്തിമഹാകാളൻകാവ് പ്രതിഷ്ഠാ ദിനത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. 2024 മെയ് 10 അന്തിമഹാകാളൻകാവിലെ പ്രതിഷ്ഠാ മഹോത്സവം. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് RK സുരേഷ്, മുൻ സെക്രട്ടറി ശിവശങ്കരൻ നായർക്ക് നോട്ടീസിന്റെ ആദ്യ പ്രതി കൊടുത്തുകൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. രക്ഷാധികാരികളായ പരമേശ്വരൻ നായർ, രാമചന്ദ്രൻ നായർ, സെക്രട്ടറി C ശശിധരൻ, ട്രഷറർ ശ്രീകൃഷ്ണൻ, മറ്റു സമിതി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മെയ് 10 കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അന്തിമഹാകാളൻകാവിലെ 9ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. കാലത്ത് ഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. രാവിലെ 9 മണിക്ക് ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് 12 മണി മുതൽ ഗംഭീരമായ പ്രസാദഊട്ടും ക്ഷേത്രത്തിലുണ്ടായിരിക്കും. വൈകുന്നേരം 5 മണിക്ക് നാഗപൂജ, തുടർന്ന് 6 മണി മുതൽ സർപ്പബലി, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ എന്നിവയും രാത്രി 8 മണിക്ക് ലഘുഭക്ഷണവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ പരിപാവനമായ ഈ അന്തരീക്ഷത്തിൽ വെച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം ഭക്തി നിർഭരമായ ചടങ്ങുകൾ പതിവായി നടന്നു വരികയായിരുന്നു. ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുവാനാണ് ക്ഷേത്രോപദേശക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പ്രതിഷ്ഠാദിനത്തിൻ്റെ പ്രധാന ചടങ്ങുകളായ ബ്രഹ്മകലശം, പരികലശം എന്നിവ മുൻകൂട്ടി തന്നെ ഭക്തജനങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ബ്രഹ്മകലശത്തിന് 3000 രൂപയും പരികലശത്തിന് 1000 രൂപയുമാണ് മുൻകൂർ അടയ്ക്കേണ്ടത്. അത് ഇപ്പോൾ ബുക്ക് ചെയ്താൽ മതി, പൈസ ഇപ്പോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നാഗപൂജയ്ക്ക് നാഗബലിയും നാഗപൂജയോടനുബന്ധിച്ച് വഴിപാടുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തത് വൈകുന്നേരം ഈ പ്രതിഷ്ഠ മെയ് 10 പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് മെയ് 10 കാലത്ത് എല്ലാ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണവും, ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും, വൈകുന്നേരവും ലഘുഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ ഭക്തി നിർഭരമായ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി നിർഭരമായൊരു ചടങ്ങാണ് പ്രതിഷ്ഠാദിനമുള്ളത്. അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പ്രാധാന്യമേറിയതാണ്. ഈ പുണ്യ മുഹൂർത്തം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. റൈറ്റ് ന്യൂസ് ചേലക്കര.